ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ സ്ഥിതി ചെയ്യുന്ന വൽഹല എന്നൊരു ചെറിയ പട്ടണത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 1.5 നൂറ്റാണ്ടുകൾക്ക് മേലെ പഴക്കമുള്ള ഗോൾഡ് മൈനിങ് ചരിത്രത്തിനും ഓസ്ട്രേലിയയിലെ തന്നെ അതിമനോഹരമായ പർവ്വതയാത്രകൾക്കും വളരെയേറെ പ്രശസ്തമായ ഈ മനോഹരമായ ഹിൽ സ്റ്റേഷൻ ചരിത്രവും സാഹസികതയും ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും ഏകദേശം 180 കിലോമീറ്റർ ദൂരെയായി ഗിപ്സ്ലാൻഡ് പർവ്വതനിരകളുടെ മധ്യഭാഗത്തായിട്ടാണ് ഈ വൽഹാല പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പട്ടണമെന്ന് പറയാനുള്ള വലുപ്പമൊന്നുമില്ല കേട്ടോ. സമ്പന്ന കാലത്ത് 4000-ലധികം സ്ഥിര താമസക്കാരുണ്ടായിരുന്നെങ്കിൽ ഇന്നത് വെറും 20 പേരാണ്. ബാക്കിയുള്ളവരെല്ലാം നമ്മെപ്പോലെ കാഴ്ചക്കാരും ടൂറിസ്റ്റുകളുമാണ്. ഈ വൽഹാലയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു മലയിടുക്കിലായി ഒഴുകുന്ന ചെറിയൊരു അരുവിയും അതിൻ്റെ കരയിലായി ചരിത്രമുറങ്ങുന്ന ലോഡ്ജ്, വൽഹാൽ പബ്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ 150-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളും ചരിത്ര സ്മാരകങ്ങളും നമുക്ക് കാണാം. ശരിക്കും ഈ ടൗൺ ആരംഭിക്കുന്നത് ഈ പോസ്റ്റ് ഓഫീസ് മുതലാണ്. കുന്നിൻ ചെരുവിലായിട്ടുള്ള മനോഹരമായ ഒരു കൊച്ചു പട്ടണം, അതാണ് വൽഹാല. സ്റ്റാർ ഹോട്ടൽ. വൽഹാല ടൗണിൻ്റെ വടക്ക് ഭാഗത്തായിട്ടുള്ള സ്റ്റാർ ഹോട്ടലാണ് ഈ കാണുന്നത്. 1951-ൽ തീ പിടിച്ച് നശിച്ചുപോയ ഒറിജിനൽ ഹോട്ടലിൻ്റെ അതേ രൂപത്തിൽ പിന്നീട് പുനർനിർമ്മിച്ചതാണ് ഈ ഹോട്ടൽ. വൽഹാല സ്റ്റാർ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വൽഹാല ബാൻ റൊട്ടുണ്ട എന്ന ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കും കുന്നിൻ ചെരുവിലുള്ള മേസണിക് ലോഡ്ജും റോഡിൻ്റെ അരികിലായിട്ടുള്ള മറ്റു ബിൽഡിങ്ങുകളും. റോഡ് നടുക്കൂടെ നടക്കുന്നു. ഇങ്ങനെയുണ്ട്, വേറെ നടക്കുന്നത്. അടുത്തതായി നാം കാണുന്നതാണ് ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ. വൽഹാലയിലെ പഴയ ഫയർ സ്റ്റേഷൻ സ്ട്രിങ്ങേഴ്സ് ക്രീക്കിന് മുകളിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വിക്ടോറിയൻ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഈ ബിൽഡിംഗ് വൽഹാല ഫയർ സ്റ്റേഷൻ മ്യൂസിയം എന്നാണ് ഇന്നറിയപ്പെടുന്നത്. 1901-ൽ നിർമ്മിച്ച ഈ ഫയർ സ്റ്റേഷനിൽ അക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളും അവയുടെ ഡീറ്റെയിൽസും പഴയ ഫോട്ടോകളും എല്ലാം കാണാം. വൽഹാലയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കോർണർ സ്റ്റോർ ആൻഡ് മ്യൂസിയം ആഴ്ചയിൽ 7 ദിവസവും രാവിലെ 10 മണി മുതൽ 4 മണി വരെ തുറന്നിരിക്കും. വൽഹാലയിലെ മെക്കാനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുതിർന്നവർക്ക്, പ്രത്യേകിച്ച് തൊഴിലാളികളായ പുരുഷന്മാർക്ക് സാങ്കേതിക വിഷയങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് ഈ മെക്കാനിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം സ്ഥാപിതമായത്. ഇതിനോട് ചേർന്ന് ഒരു ലൈബ്രറിയും ഉണ്ടായിരുന്നു. ബാങ്ക് ഓഫ് വിക്ടോറിയ വോൾട്ട്. 1865 ജൂണിൽ വൽഹലയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഓഫ് വിക്ടോറിയയുടെ പ്രവർത്തന സമയത്ത് ഏകദേശം 74 ടൺ സ്വർണം അതിൻ്റെ നിലവറയിൽ സൂക്ഷിച്ചിരുന്നു. ആ നിലവറയാണ് ഈ കാണുന്നത്. ബാങ്ക് ഇരുന്ന കെട്ടിടം ഇന്ന് നിലവിലില്ല. വൽഹാല പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഓഫീസ്. 1864 ഓഗസ്റ്റ് 24-ന് സ്ട്രിങ്ങേഴ്സ് ക്രീക്ക് ഗോൾഡ് ഫീൽഡിൽ പ്രവർത്തനം ആരംഭിച്ച ഈ പോസ്റ്റ് ഓഫീസ് ഇന്ന് വൽഹാലയുടെ ഹെറിറ്റേജും ഹിസ്റ്ററിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒന്നാന്തരം മ്യൂസിയവും മെമ്മോറിയലുമാണ്. പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും അവയുടെ ഡീറ്റെയിൽസും എല്ലാം നമുക്കിവിടെ കാണാം. അതുപോലെ ഇവിടെ താമസിച്ചിരുന്ന ഓഫീസേഴ്സ് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ഫർണിച്ചറുകളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം അകത്ത് കയറി നടന്ന് കാണാം. ലോങ് ടണൽ എക്സ്റ്റൻഡഡ് ഗോൾഡ് മൈൻ. 1914 അടച്ചുപൂട്ടിയ ഈ സ്വർണ്ണഖനി
വിക്ടോറിയയിലെ ഏറ്റവും വിജയകരവും ഓസ്ട്രേലിയയിലെ ഏറ്റവും സമ്പന്നവുമായ ഒന്നായിരുന്നു. 6 വർഷത്തെ പ്രവർത്തന കാലയളവിൽ 14 ടൺ സ്വർണം ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചു. മൈൻ അടച്ചുപൂട്ടിയപ്പോൾ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഈ ഖനിയിൽ 1000 മീറ്റർ ആഴത്തിൽ 9 കിലോമീറ്റർ ഭൂഗർഭ പാതകളുണ്ട്. ഏകദേശം 50 മിനിറ്റ് എടുക്കുന്ന മൈൻ ടൂറുകൾ ദിവസവും ഇവിടെ നടത്തുന്നുണ്ട്. ഈ മൈൻ ഗേറ്റിനോട് ചേർന്ന് വേറെ 1-2 ഓപ്പണിങ്ങുകളും നമുക്ക് കാണാം. ഇവിടെ നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ബ്ലാക്ക് സ്മിത്ത് ഷെഡാണ്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന മൈനിൽ ആവശ്യമുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണവും റിപ്പയറിങ്ങും എല്ലാം ഇവിടെയാണ് ചെയ്തിരുന്നത്. ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന ടൂളുകളും എക്യുപ്മെൻസും എല്ലാം നമുക്കിവിടെ കാണാം. ഇതാണ് ഇവിടുത്തെ ഗോൾഡ് മ്യൂസിയം. സമയം കുറച്ച് ലേറ്റ് ആയിരുന്നതുകൊണ്ട് ഉള്ളിൽ കയറി കാണാൻ മെനക്കെട്ടില്ല. ട്രാംലൈൻ വാക്ക്വേ. ഓൾഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നോ ബാൻ റൊട്ടുണ്ടയിൽ നിന്നോ ലോങ് ടണൽ ഗോൾഡ് മൈനിൽ നിന്നോ റോഡിന് കുറുകെയുള്ള കുത്തനെയുള്ള പാതയിലൂടെ എത്തിച്ചേരാവുന്ന ഈ മനോഹരമായ നടപ്പാത വൽഹല ടൗണിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുന്നിൻ്റെ പകുതിയോളം മുകളിലാണ്. ഇവിടെ നിന്നാൽ വൽഹല പട്ടണത്തിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന മികച്ച കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഈ സ്റ്റീൽ ഫ്രെയിം സ്ട്രക്ചർ മൈനിലേക്ക് ആളുകളെയും സാധനങ്ങളും ഇറക്കി കൊടുക്കാനായി അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഈ കാണുന്ന നടപ്പാതയിലൂടെ ഇടതുഭാഗത്തേക്ക് നടന്നാൽ നമുക്ക് ഏകദേശം 7 കിലോമീറ്റർ താഴെയുള്ള തോംസൺ ട്രെയിൻ സ്റ്റേഷൻ വരെയും വലത്തുവശത്തേക്ക് പോയാൽ ലോങ് ടണൽ മൈൻ വരെയും എത്താൻ സാധിക്കും. വൽഹലയിലെ വിക്ടറി കഫേ. ഈ ചെറിയ ടൗണിലുള്ള ഒരു പ്രധാന കഫേ ആൻഡ് റെസ്റ്റോറൻ്റാണിത്. അടിപൊളി ഫുഡ് കഴിക്കാമെന്ന് മാത്രമല്ല ഇവിടെയുള്ള ഡിസ്പ്ലേകളും നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ഈ കാണുന്നതാണ് ഓസ്ട്രേലിയൻ കിങ് പാരറ്റ്. അതുപോലെ ഈ കാണുന്നത് ക്രിംസൺ റോസെല്ല എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പക്ഷിയാണ്. ഇതുപോലെ വളരെ മനോഹരമായ ധാരാളം പക്ഷികളെ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ നെറ്റ് സ്ട്രിങ്ങേഴ്സ് പാർക്ക്. 1862 ഈ പ്രദേശത്ത് സ്വർണം കണ്ടെത്തിയ നെറ്റ് സ്ട്രിങ്ങറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വളരെ ശാന്തമായ ഒരു പാർക്കാണിത്. ഒരു അരുവിയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന പിക്നിക് സ്പോട്ടുകൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ, പബ്ലിക് ടോയ്ലറ്റുകൾ, ഷെഡുകൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ മനോഹരവും ക്വയറ്റുമായി പാർക്ക് കുടുംബങ്ങൾക്കും വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ്. വൽഹല ഗോൾഡ്ഫീൽഡ്സ് റെയിൽവേ. വൽഹലയിലെ പട്ടണവാസികളുടെ വർഷങ്ങളോളം നീണ്ട നിരന്തരമായ അഭ്യർത്ഥനകളുടെ ഫലമായി 1910 മോയി വൽഹല്ല റെയിൽവേ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഈ നാരോ ഗേജ് റെയിൽവേ വളരെ വൈകിയാണ്, അതായത് ഈ ചെറിയ മൈനിങ് ടൗണിൻ്റെ നല്ല കാലത്തിന് ശേഷമാണ് എത്തിയത് എന്ന് മാത്രമല്ല ഒരിക്കലും ഒരു വിജയമായിരുന്നില്ല. അതിനാൽ തന്നെ 1944 ഇത് അടച്ചുപൂട്ടിപ്പോയി. പക്ഷേ 1993 ഒരു കൂട്ടം നാട്ടുകാരുടെ പ്രത്യേക താൽപ്പര്യം മൂലം അവർ തോംസൺ നദി മുതൽ സ്ട്രിങ്ങേഴ്സ് ക്രീക്ക് ഗോർജ് വഴി വൽഹല വരെയുള്ള ഏറ്റവും മനോഹരമായ ഭാഗം പുനർനിർമ്മിക്കാൻ തുടങ്ങി. അതിലൂടെ ഇന്ന് എല്ലാ ബുധനാഴ്ചകളിലും, വീക്കെൻഡുകളിലും, പൊതു അവധി ദിവസങ്ങളിലും, സ്കൂൾ അവധി ദിവസങ്ങളിലുമൊക്കെ റെയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ കാണുന്നതാണ് തോംസൺ സ്റ്റേഷൻ. ഇവിടെ നിന്നും വൽഹലയിലേക്കാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഈ കാണുന്ന പഴയ തടിപ്പാലത്തിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. പുതിയ പാലത്തിൻ്റെ അടിയിലായി ചെയ്തിരിക്കുന്ന ഈ ആർട്ട് വർക്ക് എന്ത് ഭംഗിയാണല്ലേ. ഈ ചെറിയ പട്ടണം ആളുകൾ മറന്നു തുടങ്ങിയിരുന്നെങ്കിലും ഈ അടുത്ത കാലത്ത് വീണ്ടും ഫേമസ് ആയി. എങ്ങനെയാണെന്നല്ലേ. ഇവിടെയാണ് 2024 ലിയാം നീസൺ അഭിനയിച്ച ഐസ് റോഡ് 2 റോഡ് ടു ദ സ്കൈ എന്ന തകർപ്പൻ ഹോളിവുഡ് ചിത്രം നിർമ്മിച്ചത്. വൽഹല സെമിട്രി. പ്രകൃതിദത്തമായ കുറ്റിക്കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ചെരുവിലൂടെ ഉയർന്നു നിൽക്കുന്ന രസകരമായ ഒരു സെമിത്തേരിയാണിത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഈ സുവർണ നഗരവും അവിടുത്തെ കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായില്ലേ. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.